യൊരോബെയാം രാജാവിന്റെ 18-ാം ആണ്ടിൽ അബീയാവ് യെഹൂദയിൽ രാജാവായി. അവൻ 3 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മീഖായ എന്നു പേർ. അവൾ ഗിബെയക്കാരനായ ഊരീയേലിന്റെ മകൾ. അബീയാവിനും യൊരോബെയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി. അബീയാവ് 4,00,000 ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. യൊരോബെയാം അവന്റെ നേരെ 8,00,000 ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി. എന്നാൽ അബീയാവ് എഫ്രയീം മലനാട്ടിലെ സെമാരയീം മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, യൊരോബെയാമും എല്ലാ ഇസ്രയേലുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇസ്രയേലിന്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ? എന്നാൽ ദാവീദിന്റെ മകനായ ശലോമോന്റെ ദാസനും നെബാത്തിന്റെ മകനുമായ യൊരോബെയാം എഴുന്നേറ്റ് തന്റെ യജമാനോട് മത്സരിച്ചു. നീചന്മാരായ നിസ്സാരന്മാർ അവന്റെ അടുക്കൽ വന്നുകൂടി ശലോമോന്റെ മകനായ രെഹബെയാമിനോട് ധാർഷ്ട്യം കാണിച്ചു. രെഹബെയാമോ യൗവനക്കാരനും മനോബലമില്ലാത്തവനും ആയിരുന്നതിനാൽ അവരോട് എതിർത്ത് നിൽപ്പാൻ അവന് കഴിഞ്ഞില്ല. നിങ്ങളിപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്വത്തോടെ എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു. നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ. യൊരോബെയാം നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടാക്കിയ പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. നിങ്ങൾ അഹരോന്റെ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞു. അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദപ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ? ഒരു കാളക്കുട്ടിയോടും 7 ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിനു വന്ന ഏവനും ദൈവമില്ലാത്തവർക്ക് പുരോഹിതനായി തീർന്നു. തങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു. അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ലേവ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു. അവർ ദിനംപ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപവും അർപ്പിക്കുന്നു. കാഴ്ചപ്പം വിശുദ്ധമേശമേൽ അടുക്കുന്നു. പൊന്നില വിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു. നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിനും മഹാധ്വനി കാഹളങ്ങളോടുകൂടെ അവന്റെ പുരോഹിതന്മാരുമുണ്ട്. ഇസ്രയേല്യരോ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. നിങ്ങൾ കൃതാർത്ഥരാകയില്ല. എന്നാൽ യൊരോബെയാം അവരുടെ പുറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിരിപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ യഹൂദ്യരുടെ മുമ്പിലും പതിയിരിപ്പുകാർ പുറകിലുമായി. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പട മുമ്പിലും പുറകിലും കണ്ടു. യഹോവയോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി. യഹൂദാപുരുഷന്മാർ ആർത്തുവിളിച്ചു. യഹൂദാപുരുഷന്മാർ ആർത്തുവിളിച്ചപ്പോൾ ദൈവം യൊരോബെയാമിനെയും എല്ലാ ഇസ്രയേലിനെയും അബീയാവിനോടും യഹൂദ്യരോടും തോൽക്കുമാറാക്കി. ഇസ്രയേല്യർ യഹൂദ്യരുടെ മുമ്പിൽ നിന്ന് ഓടി. ദൈവം അവരെ അവരുടെ കൈയിൽ ഏൽപ്പിച്ചു. അബീയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രയേലിൽ 5,00,000 ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു. ഇങ്ങനെ ഇസ്രയേല്യർക്ക് ആ കാലത്ത് താഴ്ച വന്നു. യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. അബീയാവ് യൊരോബെയാമിനെ പിന്തുടർന്ന് ചെന്നു അവന്റെ പട്ടണങ്ങളെ പിടിച്ചു. ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, യെശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ. യൊരോബെയാം അബീയാവിന്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല. യഹോവ അവനെ ബാധിച്ചു. അവൻ മരിച്ചുപോയി. എന്നാൽ അബീയാവ് ബലവാനായി തീർന്നു. അവൻ 14 ഭാര്യമാരെ വിവാഹം കഴിച്ചു 22 പുത്രന്മാരെയും 16 പുത്രിമാരെയും ജനിപ്പിച്ചു. അബീയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ നടപ്പും വാക്കുകളും ഇദ്ദോ പ്രവാചകന്റെ ചരിത്രപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു.